ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത് സാഗറിന്റെ കൃപയുടെ അവസ്ഥ കണ്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആന്റിയമ്മയും സുജാതയും കാണിച്ചുകൊണ്ടാണ്. തുറന്ന് കാണിക്കുന്ന കൃപയാണ്. കൃപ കൃഷ്ണ കാണുന്നതിന് വേണ്ടി ദേവ്ജിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുറന്ന് ദേവ്ജിയോട് കൃഷി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അടുക്കളയിൽ നിന്ന് കൺമണി കൃഷും കൂടി കൃപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ ആകെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. തുറന്ന് കൃഷി പിന്നെ കൃപയോട് നിനക്ക് എന്ത് പറ്റി, നിന്റെ മുഖത്ത് എന്താ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. വീട്ടിലെല്ലാവരും ചേർന്ന് എൻ്റെ അച്ഛനെ ഒറ്റപ്പെടുത്തുകയാണ്, നമ്മുടെ അച്ഛനെ ഒറ്റപ്പെടുത്തുകയാണ്. എനിക്കതൊന്നും കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ഇതിന് മാത്രം എന്ത് തെറ്റാണ് നമ്മുടെ അച്ഛൻ ചെയ്തത്? ഞാനും വല്ല ബിസിനസ്സൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഞാനും അച്ഛന് വേണ്ടി ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയേനെ, അച്ഛന് വേണ്ടി ഞാൻ ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയേനെ എന്നൊക്കെ പറയുകയാണ്. അച്ഛനെ തോൽപ്പിക്കാൻ ഇപ്പോൾ മുൻപന്തിൽ വീട്ടിലുള്ളത് ആന്റിയമ്മയും അമ്മയുമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃപയെ ആശ്വസിപ്പിക്കുകയാണ്. അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് കൃപ, ഒരു പക്ഷെ നമ്മളറിയാത്ത എന്തെങ്കിലും രഹസ്യം അവരുടെ മനസ്സിലുണ്ടെങ്കിലോ എന്നത് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഇങ്ങനെ കൺമണി ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണ്. അങ്ങനെ കൃഷിന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെല്ലാം സത്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കൃഷ് താനറിയാത്ത എന്തോ വലിയ രഹസ്യം ആന്റിയമ്മ, സുജാത, കൺമണി ഈ 3 പേർക്കിടയിലുണ്ടെന്നുള്ള കാര്യം കൃഷ്ണന് മനസ്സിലാവുകയാണ്. തുടർന്ന് കൃപ വീണ്ടും സങ്കടപ്പെട്ടോട്ട് കൃഷ്ണനോട്, എൻ്റെ അച്ഛൻ ഇപ്പോൾ ആരും കൂടെയില്ല, ബലരാമേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല, ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ദേവജിയുടെ വീട്ടിലും, എൻ്റെ അച്ഛനാകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൃപ സങ്കടപ്പെടുകയാണ്. തുറന്ന് കൃപയെ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. തുറന്ന് കൺമണിയും കൃഷും ചേർന്ന് കൃപയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. തുറന്ന് കൺമണി നടന്നു പോകുന്ന സമയത്ത് കൃപയ്ക്ക് ഒരു മോട്ടിവേഷണൽ തന്നെ കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്യം തെറ്റിക്കൊണ്ട് മാനസയുടെ കാർ വരികയാണ്. മാനസം നോക്കുമ്പോൾ കൺമണിയും കൃപയും കൈ കോർത്ത് പിടിച്ചിങ്ങനെ റോഡിലൂടെ നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ട് മാനസ വേഗം തന്നെ വണ്ടി സൈഡാക്കി കൃപയുടെ വാലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാനസ നേരെ കൃപയുടെ കൺമണി അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് അവരോട് വലിയ കാര്യത്തിൽ, എന്ത് പറ്റി, നിങ്ങളുടെ കാർ കേടായോ, വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ കാറ് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, എൻ്റെ മാനസ നീ ഒന്ന് ഇവിടുന്ന് പോയി തരാമോ, വെറുതെ എന്തിനാണ് ഞങ്ങളുടെ സ്വസ്ഥത കളയുന്നത്, ഞങ്ങളെ ശല്യം ചെയ്യാതെ ഒന്ന് പോയി തരാമോ എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസ പിന്നെ കൺമണിയോട്, അതെന്താ കൺമണി അങ്ങനെ ഒരു ടോക്ക് എന്ന് ചോദിക്കുക. ഓഫീസിലെ കാര്യമൊന്നും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് ദേഷ്യം വരികയാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പോ, നീയും നിന്റെ വൃത്തികെട്ട തന്തയും ചേർന്ന് എൻ്റെ അച്ഛനെ അലിയിൽ നിന്ന് ചതിച്ച് പുറത്താക്കാൻ ശ്രമിച്ചതല്ലേ, എന്നിട്ടിപ്പോൾ ഫ്രണ്ട്ഷിപ്പോ, ഇറങ്ങിപ്പോടി എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് കൃപ. എന്നാൽ അത് കേട്ട് മാനസ യാതൊരു ഉളുപ്പോ നാണവും ഇല്ലാതെ ഇങ്ങനെ നെഞ്ചും പിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നീ എന്നെ എന്തോരം വേണമെങ്കിൽ തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന രീതിയിലാണ് മാനസ ഇങ്ങനെ നിൽക്കുന്നത്. തുറന്ന് കൺമണി വീണ്ടും മാനസിയോട്, എന്തിനാണ് മാനസ നീ ഇങ്ങനെ നിൽക്കുന്നത്, പോയി തരാമോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ, ഞാനെന്തിനു പോയി തരണം, ഇത് പൊതുവഴിയാണ്, ഞാൻ പോകില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃപ മാനസിയെ ആ നടു റോഡിൽ വെച്ച് പിച്ച് ചീന്തുകയാണ്. തുറന്ന കൃപ മാനസിയെ പഞ്ഞിക്കിടുകയാണ്. നിനക്ക് വല്ല ഉളുപ്പുണ്ടോടി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ ചേട്ടന് നിന്നെ ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാടി എൻ്റെ ചേട്ടന്റെ പുറകെ നടക്കുന്നത്, നിനക്ക് വല്ല ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത എൻ്റെ ചേട്ടന് കല്യാണം കഴിക്കാൻ നീയും, നിനക്ക് വളം വെച്ച് കൊടുക്കാൻ നിന്റെ ഒരു വൃത്തികെട്ട തന്തയും, എന്തോന്ന് വൃത്തികെട്ട കുടുംബമാടി നിന്റെ, നീയും നിന്റെ വൃത്തികെട്ട തന്തയും ചേർന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോകുമെന്നാണോ നീ കരുതിയത്? എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതാണ് അലിക, അവിടെ നീയും നിന്റെ വൃത്തികെട്ട അച്ഛനും ചേർന്ന് എൻ്റെ അച്ഛന് ചതിച്ച് അവിടെ വന്നിരിക്കാമെന്ന വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ അതൊക്കെ നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയുകയാണ് കൃപ നല്ല ദേഷ്യത്തിൽ. നിനക്കും നിന്റെ അച്ഛനും ചെയ്യാവുന്നത് എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, ഞങ്ങൾക്കൊരു താങ്ങിയും ഇല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസ പിന്നെ കൃപയെ വെല്ലുവിളിക്കുകയാണ്. നീ എന്നെ എന്തോ ചെയ്ത് കളയുമിടി, നീ ധൈര്യമുണ്ടെങ്കിൽ എന്നെ തൊട്ട് നോക്കാൻ വെല്ലുവിളിക്കുകയാണ്. നോക്കിയോ കൃപ, ഇത് നിന്റെ അവസാനത്തെ നെഞ്ചും പിരിച്ചുള്ള ഡയലോഗ് അടിയാണ്. ഇനി നിനക്ക് ഇതുപോലെ ഡയലോഗ് അടിക്കാൻ ഞാൻ നിനക്ക് അവസരം തരില്ല. ഒരു പക്ഷെ നീ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എന്നാൽ മാനസിയുടെ ഭീഷണിയുടെ അർത്ഥം കൺമണിക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് കൺമണി വേഗം തന്നെ കൃപയുടെ കൈ പിടിച്ച്, വാ കൃപ നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വേഗം തന്നെ കൃപയെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസികന്റെ നെഞ്ചും മരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ വലിയ സംഭവം കാണിച്ചു എന്ന രീതിയിലാണ് മാനസ നിൽക്കുന്നത്. തുറന്ന് പോകുന്ന സമയത്ത് കൃപ പിന്നെ കൺമണിയോട്, എന്തിനാണ് കൺമണി എന്നെ ബലമായിട്ട് അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്, എനിക്ക് അവൾക്കിട്ട് 2 പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു, എന്തിനാണ് കൺമണി അത് നശിപ്പിച്ച് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, അവളോടൊന്നും സംസാരിക്കാനേ കൊള്ളില്ല എന്ന് പറയുകയാണ്. അവളൊരു വിഷമാണ്, അവളുമായിട്ട് അങ്ങനെ കളിക്കുന്നത് ശരിയല്ല. എന്നാൽ കൺമണി പറയുന്നതിന്റെ അർത്ഥം ഒന്നും കൃപയ്ക്കും മനസ്സിലാകുന്നില്ല. തുറന്ന് കൺമണി കൃപയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന വിനയമാഷാണ്. വിനയമാഷ് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നാട് വിടാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശാന്തമായി വരികയാണ്. തുറന്ന് ശാന്തമായി പിന്നെ
വിനയനോട് താൻ ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ വിനയ് ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുലോചനയും കൂടി വരികയാണ്. തുടർന്ന് സുലോചന നോക്കുമ്പോൾ വിനയൻ ബാഗെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. തുടർന്ന് സുലോചന അതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് വിനയനോട്. തുടർന്ന് വിനയൻ ശാന്തയോട് പറഞ്ഞ അതേ മറുപടി തന്നെ സുലോചനയോട് പറയുകയാണ്. തുടർന്ന് ശാന്ത പിന്നെ വിനയനോട് എന്തായാലും ക്രിട്ട് സാറിന്റെ കയ്യിൽ നിന്ന് സാറിന് ഒരുപാട് അടി കിട്ടിയല്ലേ, ആ ക്രിട്ട് സാറിന് ഒരു മനുഷ്യ പറ്റില്ല സാറേ, ഇങ്ങനെയൊക്കെ സാറിനെ അടിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഗ്യാപ്പ് പോലും ക്രിട്ട് സാറ് തന്നില്ല. അതും പറഞ്ഞുകൊണ്ട് സുലോചനയും ശാന്തിയും വിനയന്റെ മുഖത്തിട്ട് അടിയോടടിയാണ്. അങ്ങനെ രണ്ടുപേരുടെ ആ അരിശം തീരുവോളം രണ്ടുപേരും ശരിക്കും വിനയന്റെ മേത്ത് കൈവയ്ക്കുകയാണ്. അങ്ങനെ വിനയൻ ജീവനും കൊണ്ട് ബാഗ് എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തുറന്ന് കാണിക്കുന്ന സാഗറിന്റെ വീടാണ്. സാഗർ നല്ല ടെൻഷനിലാണ്. ആ പലിശ ബ്ലേഡുകാർ സാഗറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വരികയാണ്. തുറന്ന് കൃപ പിന്നെ അച്ഛനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ദേഷ്യം വരികയാണ്. സാഗർ പിന്നെ കൃപയോട് ദേഷ്യപ്പെടുകയാണ്. നല്ല ദേഷ്യത്തിൽ കൃപയ്ക്ക് ഫോൺ കൊടുത്തുകൊണ്ട് ഇനി നീ സംസാരിച്ചോ, അവരോട് സംസാരിച്ച് ഞാൻ മട്ടിങ്ങി, നീ തന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഫോൺ കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വീണ്ടും സാഗറിന് അടുത്ത കോള് വരികയാണ്. അവർ തന്നെയാണ് വിളിക്കുന്നത്. മാറി മാറി വിളിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മയും സുജാതയും കൂടി വരികയാണ്. ഈ കാഴ്ചയെല്ലാം കണ്ട് അവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.